നമസ്കാരം. അമേരിക്കയുടെ അഹങ്കാരം അല്ലെങ്കിൽ അവരുടെ സർവാധിപത്യം അടക്കി ഭരിക്കാനുള്ള അവരുടെ ആ വ്യാമോഹം, എന്തായാലും ഇനി അത്തരത്തിലുള്ള മോഹങ്ങളൊന്നും വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം റഷ്യ പറഞ്ഞിരുന്നു. ഇന്ന് ആ അഹങ്കാരത്തിന്റെ പത്തി നോക്കി ചൈന നല്ല ഒരു അടിവെച്ചു കൊടുത്തിരിക്കുന്നു. തല പൊക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് പോയിരിക്കുന്നു. അമേരിക്കൻ ഭരണകൂടം പോയിരിക്കുന്നു. വീണ്ടും ഇവിടെ ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന വിധത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. JD വാൻസ് വീണ്ടും പാകിസ്ഥാനിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും ഇവിടെ ഹോർമൂസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധം അത് മൂഞ്ചിപ്പോയി എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള ഭാഷയൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരികയാണ്. ട്രംപ് വലിയ അഹങ്കാരത്തോടു കൂടിയാണ്. ഒരു ഭാഗത്ത് ചർച്ച പുരോഗമിക്കും, നടക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ പുതിയ ചില തന്ത്രങ്ങളുമായി, ഉപരോധങ്ങളുമായി അഹങ്കാരത്തോടു കൂടി രംഗപ്രവേശം നടത്തുന്നു. എന്നാൽ അത് ഞങ്ങളോട് വേണ്ട, ആ കളി ഇവിടെ വിലപ്പോകില്ല എന്ന് ചൈന പറഞ്ഞു. ചൈനയുടെ എണ്ണക്കപ്പലുകൾ ഹോർമുസ് വഴി ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോയി അവരുടെ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്തായാലും അമേരിക്ക അനങ്ങിയില്ല. അത് വലിയ നാണക്കേടുണ്ടാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങ് ഒന്നുമല്ലാതാക്കണ്ടായിരുന്നു അമേരിക്കയെ, ഇമാതിരി അടി അടിക്കണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ വന്നപ്പോൾ വരാനിരിക്കുന്നത് ഇതിലും വലുതാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞങ്ങളുടെ കപ്പലുകൾ അതുവഴി കടന്നു പോകുന്നുണ്ട്, ആ കപ്പലുകളെ തൊട്ടാൽ വിവരമറിയുമെന്ന് ചൈന പറഞ്ഞിരുന്നു. ആ ഒരു വാക്കിൽ തന്നെ അമേരിക്ക കിടുങ്ങി എന്നുള്ളതാണ്. അവർക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ഈ കപ്പലുകളെ തൊടാനുള്ള ധൈര്യം ഉണ്ടായില്ല. എന്തായാലും റഷ്യയും ഇവിടെ വലിയ നീക്കങ്ങളാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ നേരിടുന്നതിനു വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ തുടർച്ചയായിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കണം. ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാർ അവിടെയുണ്ട്, അതുകൊണ്ട് ഇനിയും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തരുത്, വലിയ ദുരന്തത്തിൽ കലാശിക്കും എന്ന് റഷ്യ പലതവണ പറഞ്ഞിരുന്നു. എന്തായാലും ഒരു അവസരത്തിനായി കാത്തിരുന്ന റഷ്യക്ക് ഇപ്പോൾ ആ അവസരം ഒത്തുവന്നിരിക്കുകയാണ്. വലിയ നീക്കങ്ങൾ ഇപ്പോൾ ഇറാൻ കേന്ദ്രീകരിച്ച് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സുഖോയ് Su-34-35 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഇറാനിലെ ഹമദാൻ വ്യോമതാവളത്തിൽ എത്തിയിരിക്കുന്നു. ഏകദേശം 60-ലധികം യുദ്ധവിമാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിവിധ വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, അതുപോലെ തന്നെ റഷ്യയുടെ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം, ഇതൊക്കെ ഇറാനിൽ വിന്യസിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് പറഞ്ഞത്, ലോകം അടക്കി ഭരിക്കാം എന്ന ആ ഒരു മോഹം വേണ്ട, അങ്ങനെ സ്വപ്നം കാണേണ്ട, ഇനിയും അത്തരത്തിലുള്ള സ്വപ്നം അത് നടക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇനിയും അമേരിക്ക തലപൊക്കുകയാണെങ്കിൽ, ഇസ്രായേൽ തലപൊക്കുകയാണെങ്കിൽ, ഇറാനോടൊപ്പം നിന്ന് ഈ യുദ്ധത്തിൽ ഇറാനോടൊപ്പം പങ്കാളികളായി അമേരിക്കൻ ആധിപത്യത്തെയും സാമ്രാജ്യത്തെയും അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ഭീകരതയെയും ഒക്കെ വെച്ചു മുറിപ്പിക്കില്ല, അതിനെ അടിച്ചമർത്തും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത്. ഏതായാലും സിറിയയിൽ റഷ്യയുടെ വ്യോമതാവളമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ കേന്ദ്രീകരിച്ചും വലിയ നീക്കങ്ങളാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക തകരുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഇറാനുമായി പ്രഖ്യാപിച്ച യുദ്ധം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് നാറ്റോ സഖ്യം പൂർണ്ണമായും ഇവിടെ അമേരിക്കയോട് ഗുഡ് ബൈ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക നടത്തുന്ന ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞവർ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരുന്ന നിരവധി രാജ്യങ്ങൾ ഈ കരാറുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നവർ പറഞ്ഞു, കരാറുകളൊക്കെ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒറ്റപ്പെട്ടു. സ്വന്തം രാജ്യത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങൾ പോലും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റഷ്യ ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണ്. അവസരം പരമാവധി മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം റഷ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ ഒരു അവസരം കിട്ടിയാൽ അമേരിക്കയെ അടിച്ച് തറ പറ്റിക്കണം എന്ന് റഷ്യ ആഗ്രഹിച്ചിരുന്നു. ഈ അവസരം ഒത്തുവന്നിരിക്കുകയാണ്. എല്ലാത്തിനും പറ്റിയ ഒരു കൂട്ടാളിയാണ് ഇറാൻ. അവർക്ക് ധൈര്യമുണ്ട്, ചങ്കൂറ്റമുണ്ട്. ഏത് ശത്രുവിനെയും അവർ ആത്മവിശ്വാസത്തോടു കൂടെ നേരിടാൻ അവർക്ക് കഴിയുമെന്ന തിരിച്ചറിവ് റഷ്യക്കുണ്ടായിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ റഷ്യ ഇറാനോടൊപ്പം നിന്ന് ഇപ്പോഴല്ലെങ്കിൽ ഇനി എപ്പോൾ എന്ന് ചോദിച്ച് കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചൈനയാകട്ടെ ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാനിലേക്ക് എത്തിക്കുന്നു, അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചൈനയുടെ HQ-9B എന്ന് പറയുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിൽ വിന്യസിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ചൈനയുടെ 3 കാർഗോ കൂറ്റൻ വിമാനങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ച് ചർച്ച നടക്കുന്ന വേളയിൽ ഈ കൂറ്റൻ കാർഗോ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യം വെച്ച് പറന്നു. നിരവധി വലിയ രീതിയിലുള്ള ആയുധ ഇടപാടുകൾ ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ ചൈനയുടെ പടക്കപ്പലുകൾ, റഷ്യയുടെ അന്തർവാഹിനി, ഇതെല്ലാം അമേരിക്കൻ കപ്പലുകളെയും അതുപോലെ തന്നെ അവരുടെ നീക്കങ്ങളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒമാൻ ഉൾക്കടലിൽ ഉൾപ്പെടെ അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഈ നീക്കങ്ങളെല്ലാം കണ്ട് ഭയന്ന് ഇവിടെ പാകിസ്ഥാനുമായി ഒരു ചർച്ച നടത്തി വീണ്ടും ഇറാനുമായി ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ മണിക്കൂറിലാണ് ഈ വരുന്ന വ്യാഴാഴ്ച വീണ്ടും ഇറാനുമായി ഒരു ചർച്ച നടക്കും എന്ന കാര്യം ഇവിടെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു അറിയിപ്പുണ്ടായത്. എന്നാലും ഈ അറിയിപ്പ് വെറുതെ ഉണ്ടായതല്ല, വലിയ ഒരുക്കങ്ങൾ ഇറാൻ നടത്തുന്നു. ഇറാൻ ഒരു കൂസലുമില്ല. ഇറാന്റെ പിന്നിൽ ഇവിടെ റഷ്യയും ചൈനയും ഒക്കെ നിലയുറപ്പിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള പിന്തുണയും കൊടുക്കുന്നു എന്ന് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു. ഇനിയും മുട്ടാൻ പോയാൽ പണി പാളും എന്ന ഒരു തിരിച്ചറിവ് ട്രംപിന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു സംശയം നിലനിൽക്കുകയാണ്. അതായത് ഇസ്രായേലിന് ഇറാനെ വീണ്ടും ആക്രമിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയോട് അതിന് ആവശ്യമായിട്ടുള്ള അനുമതി ചോദിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 22-ാം തീയതി വരെയൊന്നും കാത്തു നിൽക്കേണ്ട, അതിനു മുമ്പ് തന്നെ ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് അനുമതി തന്നാൽ ഞങ്ങൾ റെഡി എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. എന്നാൽ തൽക്കാലം ആവശ്യമില്ലാത്ത കളിക്ക് നിൽക്കണ്ട എന്നുള്ള ഉപദേശം ഇവിടെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല വീണ്ടും ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ള ഒരു തീരുമാനം അമേരിക്ക എടുത്തിരിക്കുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് JD വാൻസും ഇറാന്റെ പ്രതിനിധികളും തമ്മിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ആ ചർച്ച നടന്നത്. എന്തായാലും ആ ഹോട്ടലിന്റെ ബില്ലടച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നത്. കഴിയുമെങ്കിൽ പാകിസ്ഥാന്, കഴിയില്ലെങ്കിൽ ട്രംപ് നിശ്ചയിച്ച ഒരു പരിപാടിയാണ്. ട്രംപിന്റെ തിരക്കഥ പ്രകാരം നടന്ന ഒരു ചർച്ചയാണ്. പാകിസ്ഥാനോട് മധ്യസ്ഥത വഹിക്കാൻ പറയുന്നു, തൽക്കാലം മുഖം രക്ഷിക്കണം എന്ന് പറയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ചർച്ചയുണ്ടായത്. വീണ്ടും ചർച്ച തുടരുന്നതും അത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പാകിസ്ഥാന് കഴിയില്ലെങ്കിൽ നാണക്കേടുണ്ടാക്കാതെ ആ ബില്ലടക്കാൻ ഒരു ശ്രമം നടത്തണം, അതെങ്കിലും ചെയ്യണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അത്തരത്തിലൊരു നാണക്കേട് കൂടെ വെറുതെ ഉണ്ടാക്കണ്ട. ആ നാണക്കേട് അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഇറാന് മുന്നിൽ നാണം കെട്ടു, സഖ്യകക്ഷികളും കൈവിട്ടു. ഇപ്പോൾ എതിർചേരിയിലുള്ള ചൈനയും റഷ്യയും ഒക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു കൂട്ടാളിയെ കൂടെ കിട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി അമേരിക്കൻ ആധിപത്യത്തെ അടിച്ചമർത്താൻ അവർ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ നാണക്കേടിലേക്ക് പോകാതെ ആ ഹോട്ടൽ ബില്ലങ്ങ് അടച്ചേക്ക് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.